ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ബാലാമണി അമ്മ, പി കുഞ്ഞിരാമൻ നായർ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഈ 3 കവികളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാലാമണി അമ്മയെക്കുറിച്ച് തുടങ്ങാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ബാലാമണി അമ്മ മലയാള കവിതയിലെ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നാണ് ബാലാമണി അമ്മയെ അറിയപ്പെടുന്നത്. ഏകദേശം 7 പതിറ്റാണ്ട് കാലം മലയാള സാഹിത്യത്തിൽ അവർ സജീവമായിരുന്നു. ജനനം 1909, മരണം 2004. ഓക്കെ, ഇവരുടെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും കവിതയുടെ ഭൂമികയാക്കി മാറ്റി. മാതൃത്വവും ശൈശവുമാണ് അവരുടെ കവിതകളുടെ പ്രധാന ഭാവങ്ങൾ. പരമ്പരാഗതമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ ആധുനികമായ കാഴ്ചപ്പാടുകൾ കവിതയിൽ കൊണ്ടുവന്നു. പുരാണ പുനഃസൃഷ്ടി, അതായത് പുരാണ കഥാപാത്രങ്ങൾ, ഉദാഹരണത്തിന് പരശുരാമൻ, വിഭീഷണൻ, വിശ്വാമിത്രൻ പുതിയ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചു. അവരുടെ പ്രധാന കൃതികളാണ് അമ്മ 1933, കുടുംബിനി 1936, ധർമ്മമാർഗത്തിൽ 1937, സ്ത്രീ ഹൃദയം 1946, മുത്തശ്ശി, മഴുവിൻ്റെ കഥ നാടകീയ സ്വാഗതമാണ്, ഡ്രാമാറ്റിക് മോണോലോഗാണത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ പ്രധാന കൃതികൾ. ഇനി ബാലാമണി അമ്മയുടെ കവിതകളിലെ ദർശനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ ഈശ്വരൻ്റെ അംശമായി ബാലാമണിയമ്മ കണ്ടിരുന്നു. സ്ത്രീയുടെ അന്തസ്സിനെക്കുറിച്ചും സാമൂഹ്യ പീഡനങ്ങളെക്കുറിച്ചും അവർ ബോധവതിയായിരുന്നു. മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ പരശുരാമൻ്റെ മാനസാന്തരം ആഴത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വിഭീഷണൻ എന്ന കവിതയിലൂടെ സമകാലിക രാഷ്ട്രീയ നീതികേടുകൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതുപോലെ ഇനി പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കൃതികളിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിനെയാണ് പറയുന്നത്. അതായത് ഇപ്പം അമ്മ, അതുപോലെ മാതൃത്വം തുളുമ്പുന്ന, ശൈശവം തുളുമ്പുന്ന അമ്മ പോലെയുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ബാലാമണി അമ്മയെ പ്രശസ്തമാക്കിയ കൃതിയാണ്. മാതൃത്വത്തിൻ്റെ മഹനീയതയും കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവുമാണ് ഇതിലെ പ്രധാന പ്രമേയം. അതിൽ പ്രധാന പ്രമേയം കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യവും മാതൃത്വത്തിൻ്റെ മഹനീയതയുമാണ് അമ്മ എന്ന കൃതിയിലൂടെ അവർ പറയുന്നത്. 1933 രചിച്ചിട്ടുള്ളത്. ഇത് മാതൃത്വവും ശൈശവവും പ്രമേയമായ മറ്റൊരു കൃതിയാണ് കുടുംബിനി. 1936 ഇത് രചിച്ചിട്ടുള്ളത്. കുടുംബജീവിതത്തിലെ സ്ത്രീയുടെ സ്ഥാനവും ഉത്തരവാദിത്തങ്ങളും ഈ കൃതി ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ മാതൃത്വവും ശൈശവവും പ്രമേയമായ മറ്റൊരു കൃതിയാണ് കളിക്കൊട്ട. 1949 ഇത് രചിച്ചത്. കുട്ടികളുടെ നിഷ്കളങ്കമായ ലോകത്തെയും അവരുടെ വികൃതികളെയും മനോഹരമായി ഈ സമാഹാരത്തിന് അവതരിപ്പിച്ചിരിക്കുന്നു. അടുത്തത് പുരാണ പുനഃസൃഷ്ടികളാണ്. പുരാണ പുനഃസൃഷ്ടികളായിട്ട് ഒരു നാടകീയ സ്വത്വങ്ങൾ വഴി രചിച്ചിട്ടുള്ള കൃതികളാണ് ഇനി പറയുന്നത്. പുരാണ കഥാപാത്രങ്ങളെ ആധുനിക മനുഷ്യൻ്റെ മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച കൃതികളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി മഴുവിൻ്റെ കഥ. പരശുരാമൻ എന്ന പുരാണ കഥാപാത്രത്തിൻ്റെ പശ്ചാത്താപവും മാനസാന്തരവുമാണ് ഇതിലെ പ്രധാന പ്രമേയം. അതായത് പിതൃശാസന അനുസരിച്ച് അമ്മയെ വധിക്കേണ്ടി വന്ന മകൻ്റെ മാനസിക സംഘർഷങ്ങൾ ഇതിൽ കാണാം. അടുത്ത ഒരു കൃതിയാണ് വിഭീഷണൻ. രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ്റെ നിലപാടുകളെയും സമകാലിക രാഷ്ട്രീയ നീതികേടുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃതിയാണ് വിഭീഷണൻ. അടുത്തതാണ് വിശ്വാമിത്രൻ, അഹല്യ. പുരാണത്തിലെ ഈ കഥാപാത്രങ്ങളിലൂടെ സ്നേഹം, ത്യാഗം, മോക്ഷം തുടങ്ങിയ ആശയങ്ങൾ കവയിത്രി പങ്കുവയ്ക്കുന്നു. ഇവയൊക്കെയാണ് ബാലാമണി അമ്മയെക്കുറിച്ച് പറയാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്.
ഇനി നമ്മൾ പറയുന്നത് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഭക്തകവി, പ്രകൃതിയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഭക്തകവി, ദാർശനികതയുടെ കവി, പ്രകൃതിയുടെ കവി എന്നീ വിശേഷണങ്ങൾ പിക്ക് സ്വന്തമാണ്. പിക്ക് സ്വന്തമെന്ന് വെച്ചാൽ പി കുഞ്ഞിരാമൻ നായർക്ക് സ്വന്തമാണ്. ഗ്രാമീണമായ നിഷ്കളങ്കതയും പ്രകൃതി സൗന്ദര്യവുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ജീവൻ. നഷ്ടപ്പെട്ടു പോയ ഗ്രാമീണ അനുഭവങ്ങളെ അദ്ദേഹം കവിതകളിൽ തിരികെ വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ എല്ലായ്പ്പോഴും ഒരു ഗ്രഹാതുരത്വവും, അതായത് ഒരു നൊസ്റ്റാൾജിയും നിറഞ്ഞു നിൽക്കുന്നു. അമ്പലങ്ങളും കാവുകളും നാട്ടുപച്ചപ്പും ഇല്ലാതാക്കുന്ന ആധുനിക സംസ്കാരത്തോട് ഒരു പാരിസ്ഥിതിക ബോധം വളർത്തിയെടുക്കാൻ വണ്ണം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം എന്തു ചെയ്യുന്നു? കലഹിക്കുന്നു. ഗാന്ധിസത്തെയും ആത്മീയതയെയും സ്നേഹം, സത്യം, അഹിംസ എന്നിവയിലൂടെ അദ്ദേഹം കവിതയിൽ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളാണ് കവിയുടെ കാൽപ്പാടുകൾ, എന്നെ തിരയുന്ന ഞാൻ, നിത്യകന്യകയെ തേടി. പ്രധാന കവിതകളാണ് തിരുവോണം, തിരുവാതിര, കളിയച്ഛൻ. കളിയച്ഛൻ എന്ന് പറയുന്നത് പാപബോധവും ശിക്ഷയും പ്രമേയമായ ഒരു കൃതിയാണ്. ഇനി പ്രകൃതിയും കവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ഒരു പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. നഗരത്തിൻ്റെ തിരക്കുകളിൽ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സെപ്പോഴും കാർഷിക പാരമ്പര്യത്തിൻ്റെയും ഗ്രാമീണതയുടെയും പിന്നാലെയായിരുന്നു. പ്രകൃതിയെ കേവലം കാഴ്ചയായിട്ടല്ല, മറിച്ച് മനുഷ്യഭാവത്തിൽ അദ്ദേഹം കണ്ടു. മനുഷ്യഭാവത്തിലാണ് അദ്ദേഹം കാണുന്നത്. പൂക്കളെയും തോടുകളെയും പ്രകൃതിയുടെ മാറ്റങ്ങളെയും അദ്ദേഹം തൻ്റെ കവിതകളിൽ സഹോദരങ്ങളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ ചിത്രീകരിച്ചു. ഇനി ബിംബകൽപ്പനകളുടെ ധാരാളിത്തം. ഡോക്ടർ എം ലീലാവതിയുടെ നിരീക്ഷണമനുസരിച്ച് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകൾ ബിംബവലികളുടെ ഒടുങ്ങാത്ത ഘോഷയാത്രയാണ്. ഒരാശയത്തെ പ്രകടിപ്പിക്കാൻ അദ്ദേഹം ഒട്ടേറെ ബിംബങ്ങൾ എന്ന് വെച്ചാൽ ഇമേജസ് നിരത്തുന്നു. ഉദാഹരണം, പൂത്തുപോയ പുത്തൻ തിരുവാതിര എന്ന കവിതയിൽ വെറ്റില മുറുക്കുന്നത് പോലെ പകൽ മുറിച്ചു നീക്കുന്ന മനോഹരമായ ഒരു ബിംബം, അതായത് ഒരു ഇമേജ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തൻ്റെ നാടിൻ്റെ തനിമ നഷ്ടപ്പെടുന്നതിൽ വേദനിക്കുന്ന പ്രകൃതിയെയും ആചാരങ്ങളെയും സ്നേഹിക്കുന്ന ഒരു ഗ്രാമീണ കവിയായിട്ടാണ് പി കുഞ്ഞിരാമൻ നായരെ ഈ പാഠഭാഗം അവതരിപ്പിക്കുന്നത്. ഇത്രയാണ് പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുന്നത്. ഇനിയാണ് നമ്മൾ പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച്. കാൽപ്പനികതയുടെ രാജകുമാരൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മലയാള കവിതയിൽ കാൽപ്പനിക പ്രസ്ഥാനത്തെ ജനകീയമാക്കിയ കവിയാണ് ചങ്ങമ്പുഴ. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, സംഗീതാത്മകതയുടെ കവി എന്നീ വിശേഷണങ്ങൾ ചങ്ങമ്പുഴയ്ക്കുണ്ട്. തൻ്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ആത്മഹത്യ ചങ്ങമ്പുഴയുടെ കവിതകളിൽ ആഴത്തിലുള്ള വിഷാദവും ഒറ്റപ്പെടലും നിറച്ചു. ഇതിനെ ഇടപ്പള്ളി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു. രമണൻ 1936. മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള വിലാപകാവ്യം. ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രണയവും മരണവും ആവിഷ്കരിച്ച ഈ കൃതി ചങ്ങമ്പുഴയെ ലോക പ്രശസ്തനാക്കി. അദ്ദേഹത്തിൻ്റെ കാവ്യ സവിശേഷതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി പറയുന്നത് പ്രതിഷേധമാണ്. സാമൂഹിക നീതികേടുകൾക്കെതിരെയും സാമ്പത്തിക ഉച്ചനീചത്വങ്ങൾക്കെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തി. വാഴക്കുല എന്ന കവിത ഇതിനുദാഹരണമാണ്. അടുത്തതായി പറയുന്നത് പ്രണയമാണ്. പ്രണയത്തിൻ്റെ സുഖവും ദുഃഖവും ഒരേപോലെ അദ്ദേഹം ആവിഷ്കരിച്ചു. പിന്നീട് പറയുന്നത് വിവർത്തനങ്ങളാണ്. ദേവഗീത, ജയദേവൻ്റെ ഗീത, ജയദേവഗീത ഗോവിന്ദത്തിൻ്റെ വിവർത്തനം, ഇവയൊക്കെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളവയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ: സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പാടുന്ന പിശാച്, അനശ്വരഗാനം, മനസ്വിനി, ഇവയൊക്കെ പ്രധാന കൃതികളാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവിത ചരിത്രം കൃതിയായി എഴുതിയത് MK സാനു ആണ്. ഇനി വ്യക്തിജീവിതവും കവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്ക് പറയാം. കവിതയിലും വ്യക്തിജീവിതത്തിലും അദ്ദേഹം ഒരുപാട് കവിതകളിലൂടെ തന്നെ, തൻ്റെ സ്വന്തം ചങ്ങമ്പുഴയുടെ കവിതകളിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവുമായി അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിലെ പരാജയങ്ങളും വിഷാദവും ആത്മസംഘർഷങ്ങളും അദ്ദേഹം കവിതകളിലേക്ക് ആവാഹിച്ചു. തകർന്ന മുരളി എന്ന കവിത തൻ്റെ സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഓർമ്മയ്ക്കായി എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ചങ്ങമ്പുഴയുടെ കവിതകളിൽ ഒരു വലിയ വഴിത്തിരിവായി മാറി. അവരിരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു.
അപ്പം അദ്ദേഹം ഇടപ്പള്ളി രാഘവൻ നായരും ഒരു കവിയായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ചങ്ങമ്പുഴ എന്ത് ചെയ്യുന്നു, വിഷാദത്തിലകപ്പെട്ടു പോകുന്നുണ്ട്. അതുവഴി ഈ ഇടപ്പള്ളിയെക്കുറിച്ച് ഒരുപാട് കവിതകൾ ചങ്ങമ്പുഴ എഴുതിയിട്ടുണ്ട്. ഗ്രാമീണ പ്രകൃതിയുടെ ആവിഷ്കാരം. രമണൻ എന്ന കൃതിയെ ഗ്രാമീണ വിലാപ കാവ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഗ്രാമീണ വിലാപ കാവ്യം? കേരളത്തിലെ ഗ്രാമീണ സൗന്ദര്യത്തെയും പ്രണയത്തെയും ആധുനിക മലയാള കവിതയിലേക്ക് ഏറ്റവും മനോഹരമായി ചങ്ങമ്പുഴ കൊണ്ടുവന്നു. പ്രണയത്തിൻ്റെ തീവ്രതയെയും പരാജയത്തെയും ഇത്രത്തോളം ജനകീയമായി അവതരിപ്പിച്ച മറ്റൊരു കവി മലയാളത്തിലില്ല. സാമൂഹിക പരിഷ്കർത്താവ്. കേവലം ഒരു പ്രണയകവി എന്നതിലുപരി സാമൂഹിക അനീതികൾക്കെതിരെ അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളെയും ജന്മിത്ത വ്യവസ്ഥയെയും അദ്ദേഹം എതിർത്തു. വാഴക്കുല എന്ന കവിതയിൽ ദരിദ്രരായ കർഷകരോടുള്ള അനുഭാവവും ചൂഷകർക്കെതിരെയുള്ള പ്രതിഷേധവും വ്യക്തമാണ്. ഭാഷയുടെ ലാളിത്യവും സംഗീതാത്മകതയും. ചങ്ങമ്പുഴയുടെ കവിതകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കാൻ കാരണം അവയിലെ സംഗീതാത്മകതയാണ്. പണ്ഡിതർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന ലളിതമായ പദപ്രയോഗങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഭാഷാലാളിത്യം, ആഖ്യാന സാമർഥ്യം എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മുഖമുദ്രയാണ്. ദാർശനികമായ കാഴ്ചപ്പാട്. ജീവിതം ഒരു സ്വപ്നമാണെന്നും അത് നശ്വരമാണെന്നുമുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ പിൽക്കാല കവിതകളിൽ കാണാം. മനസ്വിനി പോലുള്ള കവിതകളിൽ ആത്മസംഘർഷങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും ആഴം വ്യക്തമാണ്. ലോകമെമ്പാടുമുള്ള സാഹിത്യകാരന്മാരെയും തത്വചിന്തകന്മാരെയും അദ്ദേഹം വായിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് ഒരു ആഗോള മാനം നൽകി. ചുരുക്കത്തിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള കവിതയിൽ കാൽപ്പനിക പ്രണയത്തിൻ്റെ രാജകുമാരനായി നിൽക്കുമ്പോൾ തന്നെ സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി നിലകൊണ്ട വിപ്ലവകാരി കൂടി ആയിരുന്നു. ഇവയാണ് യൂണിറ്റ് 2 പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 3 ഉടൻ തന്നെ കാണാം.